ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടായിരുന്നു. 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനും 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ കുറിച്ചിട്ടാണ്. 4 സ്ട്രോക്ക് നിങ്ങൾ കുറേ പേര് കേട്ടിട്ടുണ്ടാവും, ബട്ട് 2 സ്ട്രോക്ക് കേൾക്കണം എന്നില്ല. ഓക്കെ, കാരണം കൂടുതൽ ഉപയോഗിക്കുന്നത് 4 സ്ട്രോക്ക് ആയതുകൊണ്ട്. 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും ഉണ്ട്, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. ഡീസൽ എഞ്ചിൻ്റെ വേറൊരു പേരാണ് കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ അഥവാ CI എഞ്ചിൻ. ഓക്കെ, ഡീസൽ എഞ്ചിന് കൂടുതൽ പെട്രോൾ എഞ്ചിനെക്കാട്ടിലും പവർ കൂടുതലായിരിക്കും, അത് നമുക്കറിയാം. ഞാനിതിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന 2 സ്ട്രോക്കും 4 സ്ട്രോക്കും ഡീസൽ എഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ കുറിച്ചിട്ടാണ്. ആലോചിക്കുക, സിംഗിൾ സിലിണ്ടർ. ഓക്കെ, സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനെ കുറിച്ചിട്ടാണ്. പൊതുവെ ഡീസൽ എഞ്ചിന് മറ്റേതിനെക്കാട്ടിലും പവർ കൂടുതലായിരിക്കും. മാത്രമല്ല ഓപ്പറേഷൻസ് ഒക്കെ ഏകദേശം സെയിം ആണ്. പ്രധാനമായിട്ട് 1-2 വ്യത്യാസങ്ങളേ ഉള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പെട്രോൾ എഞ്ചിനെ കുറിച്ച് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിലത്തെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ഡീസൽ എഞ്ചിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം രണ്ടിൻ്റെയും പ്രോസസ്സൊക്കെ ഏകദേശം സെയിം ആണ്. എന്താണ് വ്യത്യാസം? നമ്മളിവിടെ 2 രീതിയിലുള്ള ഡീസൽ എഞ്ചിനും പഠിക്കുന്നുണ്ട്, 4 സ്ട്രോക്കും 2 സ്ട്രോക്കും പഠിക്കുന്നുണ്ട്. എന്താണ് മറ്റേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പെട്രോൾ എഞ്ചിൻ നമ്മൾ സ്പാർക്ക് ഇഗ്നീറ്റ് ചെയ്യുന്നു. 2 സ്ട്രോക്കിലാണെങ്കിൽ അത് ആകെ 2 സ്ട്രോക്കുള്ളൂ, സക്ഷനും കംപ്രഷനും. ബട്ട് അറ്റ് എ ടൈം 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോ സ്ട്രോക്ക് എന്ന് പറഞ്ഞ 4 സ്ട്രോക്കുകളുണ്ട്. നമ്മൾ കംപ്രസ് ചെയ്യും, ഈ എയറും ഫ്യൂവലും കൂടി ഒരുമിച്ച് മിക്സ്ചറായിട്ട് വരുന്നു, അതിനെ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് അത് വാപ്പറൈസ് ആവുന്ന ടൈമിൽ അതിലേക്ക് സ്പാർക്ക് ഇഗ്നീറ്റ് ചെയ്യുന്നു. സ്പാർക്ക് ഇഗ്നീറ്റ് ചെയ്തുണ്ടാവുന്ന പ്രഷർ കാരണം പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് നീങ്ങുകയും ആ പ്രഷർ കാരണം താഴോട്ട് നീങ്ങുകയും പിന്നെ അടുത്ത മൂവ്മെൻറ്റിൽ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ അത് എക്സോസ്റ്റ് വാൾവ് വഴി തള്ളിപ്പോകുന്നു. ഇതാണ് പെട്രോൾ എഞ്ചിനിൽ നടക്കുന്ന പ്രക്രിയ. ഓക്കെ, അത് ഈ ഡീസൽ എഞ്ചിന് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന്, ഡീസൽ എഞ്ചിൻ അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഇല്ല. ഇതിൽ ഒരിക്കലും എയറും ഫ്യൂവലും മിക്സ്ചർ ആവുന്നില്ല. ഓക്കെ, സ്പാർക്ക് പ്ലഗും ഇല്ല, എയറും ഫ്യൂവലും മിക്സ്ചർ ആവുന്നില്ല. മീൻസ് ഇതിലേക്ക് മറ്റേ പെട്രോൾ എഞ്ചിൻ പോലെ, പെട്രോൾ എഞ്ചിൻ എന്താ, കാർബറേറ്ററിൽ നിന്നാണ് ഈ എയർ ഫ്യൂവലും കൂടി ത്രോട്ടിൽ വാൾവ് വഴി കൺട്രോൾ ചെയ്തിട്ട് കാർബറേറ്ററിൽ നിന്നാണ് എയറും ഫ്യൂവലും കൂടി മിക്സ്ചർ ചെയ്തിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് അതല്ലെങ്കിൽ ക്രാങ്കിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നത്. ഓക്കെ, അത് ശരിക്കും ആദ്യം ക്രാങ്കിൻ്റെ ഉള്ളിൽ എത്തിയ ശേഷമാണ് സിലിണ്ടറിലേക്ക് ആ മിക്സ്ചർ കടക്കുന്നത്. പെട്രോൾ എഞ്ചിനിൽ ആദ്യം ആ ഫ്യൂവൽ വന്ന് എത്തുന്നത് എവിടെയാണ്? ക്രാങ്കിൻ്റെ ഉള്ളിലേക്ക്. ആ ക്രാങ്കിൽ നിന്നാണ് സിലിണ്ടറിലേക്ക് കടക്കുന്നത്. ഇതിൽ അങ്ങനെ ഡയറക്റ്റ് ക്രാങ്കിലേക്ക് അല്ല വരുന്നത്, ഡയറക്റ്റ് സിലിണ്ടറിലേക്കാണ് കയറുന്നത്. പിന്നെ അവിടെ ഇഗ്നീഷൻ ചെയ്യാൻ ഒരു ഇഞ്ചക്ടർ ഉണ്ടായിരുന്നു. ഇവിടെ അതില്ല, അതിന് പകരം ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ടായിരുന്നു, ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ ഇല്ല, ഓൺലി എയർ മാത്രമേ ഉള്ളൂ. ഒരു എയറിനെ ഇൻലെറ്റ് വാൾവ് കണ്ടി, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഇൻലെറ്റ് വാൾവ് വഴി സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടത്തുന്നു. ഈ എയർ നല്ല സ്പീഡിൽ അല്ലെങ്കിൽ പ്രഷറിൽ കടത്താൻ വേണ്ടിയിട്ട് സൈഡിൽ നമ്മളൊരു എയർ ബ്ലോവർ വെച്ചിട്ടുണ്ട്. ഈ എയർ ബ്ലോവർ മുഖാന്തരം ഈ എയർ ഇൻലെറ്റ് വാൾവ് വഴി ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ആ ടൈമിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവും. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ, ടോപ്പ് ഡെഡ് ഫ്രണ്ടിൽ നിന്ന് ബോട്ടം ഡെഡ് ഫ്രണ്ടിലേക്ക് വരുന്ന ടൈമിൽ ഈ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കടക്കുകയും ചെയ്യുന്നു. ഈ എയർ നല്ല ഹൈ പ്രഷറിൽ മുകളിലോട്ട് കൊണ്ടുപോവുകയും ഹൈ പ്രഷറിൽ മുകളിൽ എത്തുന്ന ടൈമിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി നമ്മൾ ഡീസലിനെ ഇഞ്ചക്ട് ചെയ്യുകയും അങ്ങനെ ഒപ്പം കംപ്രഷൻ നടക്കുകയും കമ്പസ്റ്റിംഗ് നടന്നിട്ട് ആ ഗ്യാസ് എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തോട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ സ്വാഭാവികമായിട്ടും ഈ കിടക്കുന്ന എയർ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ സിലിണ്ടറിലേക്ക് കിടക്കുന്നത് പെട്രോൾ എഞ്ചിനിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നത് ത്രോട്ടിൽ വാൾവ് ആണെങ്കിൽ, ഇവിടെ ഫുള്ളും പിസ്റ്റൺ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ വേറെ ത്രോട്ടിൽ വാൾവ് ഒന്നുമില്ല. ഇവിടെ പിസ്റ്റൺ തന്നെയാണ് ഇൻലെറ്റ് വാൾവ്, എക്സോസ്റ്റ് വാൾവ് ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ പിസ്റ്റൺ തന്നെയാണ്. അവിടെ നമ്മൾ കാർബറേറ്ററിൻ്റെ ത്രോട്ടിൽ വാൾവ് ഉണ്ടാവും. അവിടെ നിന്ന് അതിന് പോകുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ എയറിനനുസരിച്ചാണ് ഫ്യൂവലിനായിട്ട് എത്രത്തോളം മിക്സ് ആവണം, എത്രത്തോളം പവർ വരണം തീരുമാനിക്കുന്നത് അവിടെ ത്രോട്ടിൽ വാൾവ് ആണ്. ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ അതൊക്കെ തീരുമാനിക്കുന്നത് ശരിക്കും ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഇത് പക്ക ഒരു എയർ പമ്പ് പോലെ തന്നെയാണ്. ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പക്ക ഒരു എയർ പമ്പ് പോലെ തന്നെയാണ്. ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ കൂടെ എത്രത്തോളം ഫ്യൂവൽ കിടക്കുന്നോ, ഫ്യൂവൽ കുറച്ചാണ് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഡീസൽ കുറച്ചാണ് ഇഞ്ചക്ട് ചെയ്യുന്നുള്ളൂ വെച്ചാൽ
അത്ര പവറുള്ളൂ. ഡീസൽ കൂടുതൽ ഇഞ്ചക്ട് ചെയ്യുന്നെങ്കിൽ അത്രയും കൂടുതൽ പവർ ഉണ്ടാവും. ഇവിടെ പവർ തീരുമാനിക്കുന്നത് ആ ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. പിന്നെ പെട്രോൾ പെട്ടെന്ന് വേപ്പറൈസ് ആയി പോകുന്ന ഒരു ഫ്യൂവലാണ്. പക്ഷേ ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പെട്ടെന്ന് വേപ്പറൈസ് ആവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഹെവി മോളിക്യൂൾസ് ആണ്. വളരെ കനം കൂടിയ മോളിക്യൂൾസ് ആയതുകൊണ്ട് ഒരിക്കലും അത് പെട്ടെന്ന് എയർ ആയിട്ട് മിക്സ് ആവില്ല. ഇപ്പോൾ ഡീസൽ എഞ്ചിനിൽ പോയിട്ട് തന്നെ നമ്മൾ ചുമ്മാ ഒരു തീ ആണെങ്കിൽ തന്നെ അത് കത്തില്ല. കാരണം ചെറിയ ചൂടിലൊന്നും ഡീസൽ കത്തില്ല. അതിന് നല്ല ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ ഡീസൽ കത്തുള്ളൂ. പക്ഷേ പെട്രോൾ ആണെങ്കിൽ ചെറിയൊരു ചൂടിൽ തന്നെ കത്തും. അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ അങ്ങനെ പെട്ടെന്ന് കത്താത്തത്. അപ്പോൾ അതിന് ഹെവി ചൂട് വേണം. ഈ ഹെവി ചൂട് ഡീസൽ എഞ്ചിന് എവിടെ നിന്നാണ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ എയർ നല്ല പ്രഷറിൽ കൊടുക്കുമ്പോഴാണ് ഈ പിസ്റ്റൺ, അതിനാണ് ഈ എയർ ബ്ലോവർ വെച്ചിരിക്കുന്നത്. എയർ ബ്ലോവർ വഴി എയർ നല്ല പ്രഷറിൽ ഈ സിലിണ്ടറിലേക്ക് കിടക്കുകയും അങ്ങനെ ആ പ്രഷറിൽ വരുന്ന എയർ താഴ്ത്തു വന്ന് മുകളിലോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ വീണ്ടും പ്രഷർ കൂടുകയാണ്. ഓക്കെ, നല്ല വെലോസിറ്റിയിലും പ്രഷറിലാണ് എയർ ബ്ലോവർ മുഖാന്തരം ഇങ്ങോട്ട് എത്തുന്നത്. നല്ല വെലോസിറ്റിയിലും പ്രഷറിൽ എയർ കടത്തി വിടുന്നു. അങ്ങനെ എയർ പിന്നെ മുകളിലോട്ട് കംപ്രസ് ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടിയും പ്രഷർ കൂടും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം പ്രഷർ കൂടിയാൽ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ ആ ടെമ്പറേച്ചർ കൂടുന്ന ടൈമിൽ ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാവുന്ന ചൂട് എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനിൽ നിയർലി 300 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാവും. 300 to 500 ഡിഗ്രി സെൽഷ്യസ്, വേറെ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ 300 to 500 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാവും. ആ ഒരു ചൂടിലാണ് ശരിക്കും ഈ എയർ കംപ്രസ് ചെയ്യുന്നത്. അങ്ങനെ ആ ചൂടിൽ വരുന്ന എയർ കംപ്രസ് ചെയ്ത മുകളിലോട്ട് എത്തുന്ന ടൈമിൽ സ്പാർക്ക് ഇഗ്നിഷൻ മുഖാന്തരം ആ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ആ ഡീസൽ മോളിക്യൂൾസ് സ്പ്രേ ചെയ്യുന്നു. എന്തിനാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഡീസൽ മോളിക്യൂൾസ് ഹെവി മോളിക്യൂൾസ് ആയിരിക്കും. ആ ഹെവി മോളിക്യൂൾസിനെ വളരെ ടൈനി ചെറിയ മോളിക്യൂൾസ് ആക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് എയറിൻ്റെ ഒപ്പം ആ ഡീസൽ മിക്സ് ആവും. ഓക്കെ, പെട്രോൾ എഞ്ചിന് പൊതുവെ അത്ര ചൂട് ആവശ്യമില്ല. ചെറിയ ചൂടിലും കത്തും എന്നർത്ഥം. ഡീസൽ എഞ്ചിനിൽ കത്താൻ വേണ്ടി നല്ല ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. ഇവിടെ പിസ്റ്റൺ ഇൻലെറ്റും എക്സോസ്റ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു സ്പാർക്ക് ഇഗ്നിഷൻ വെച്ചിട്ട് ഇവിടെ സ്പാർക്ക് ഇഗ്നിഷൻ ഇല്ല. അങ്ങനെ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി നല്ല ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുകയും ആദ്യം എന്നിട്ട് എക്സോസ്റ്റ് വാൾവ് വഴി ഓപ്പൺ ആയിട്ട് പുറത്തോട്ട് പോയാണ് ഡീസൽ എഞ്ചിൻ നടക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞ പോലെ 300 to 500 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരിക. അതൊന്നും വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കാണ്ട് അത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട്. അറ്റ് എ ടൈം പെട്രോൾ എഞ്ചിനിൽ ഇത്ര ടെമ്പറേച്ചർ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഇത് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റുഡോൾഫ് ക്രിസ്ത്യൻ കാൾ ഡീസൽ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻകാരനാണ്. 1897 ആദ്യത്തെ ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. അതിൻ്റെ പിക്ചറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. 1897 ഈ ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ചത്. അതിൽ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത് പീനട്ട് ഓയിലായിരുന്നു. കടലെണ്ണയായിരുന്നു ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം പണ്ട് കാലത്ത് ഡീസൽ എന്ന് പറഞ്ഞൊരു ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. ഈ ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫ്യൂവലും ഡീസലാണ്. ഓക്കെ, ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫ്യൂവലും ഡീസലായിരുന്നു പണ്ട്. പിന്നീടാണ് ഡീസൽ എന്നൊക്കെ പറഞ്ഞ് വന്നത്. അപ്പോൾ പീനട്ട് ഓയിലായിരുന്നു ആദ്യത്തെ കാലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡീസൽ എങ്ങനെ വന്നു വെച്ചാൽ പെട്രോൾ എഞ്ചിനിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ മോളിക്യൂൾസൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതിൽ നിന്ന് ഒരു ഹെവി മോളിക്യൂൾസ് അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള വേറൊരു ഫ്യൂവൽ ഉണ്ടാക്കുകയും പെട്രോളിൻ്റെ ഒപ്പം വേറെ മിശ്രിതങ്ങളൊക്കെ ചേർത്തിട്ട് പെട്രോളിൽ നിന്ന് വേറൊരു ഫ്യൂവൽ ഉണ്ടാക്കുകയും അതിന് ഡീസൽ എന്ന് പേര് ഡീസൽ എഞ്ചിനിൽ ആ ഫ്യൂവൽ മാത്രം ഉപയോഗിക്കുകയും ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡീസൽ വന്നത്. മുമ്പ് ഡീസൽ എഞ്ചിനിൽ ഡീസൽ എന്ന് പറഞ്ഞിട്ട് ഏത് ഫ്യൂവലാണോ ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് അതായിരുന്നു ഡീസൽ. ഓക്കെ, പിന്നീടാണ് ഡീസൽ എന്ന് പറഞ്ഞു വന്നത്. പീനട്ട് ഓയിലാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പല ഓയിലുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അതിൽ ഉപയോഗിക്കുന്നതാണ് ഡീസൽ. പിന്നീടാണ് പെട്രോൾ എഞ്ചിനിൽ വേറൊരു ഫ്യൂവൽ കണ്ടുപിടിച്ചിട്ട് അതിന് ഡീസൽ എന്ന് പേര് കൊടുക്കുകയും അങ്ങനെ ഡീസൽ എഞ്ചിനിൽ ഡീസൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത്. പണ്ടത്തെ ഡീസൽ എഞ്ചിൻ വളരെ വലുതായിരുന്നു. മോഡേൺ ഡീസൽ എഞ്ചിൻ അത്ര വലിപ്പമൊന്നും ഇല്ല. ഓക്കെ, പണ്ടത്തെ ഡീസൽ എഞ്ചിൻ്റെ ഒരു പിക്ചറാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കടലെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കടലെണ്ണ വളരെ തിക്നെസ് കൂടിയ എണ്ണയാണ്. അപ്പോൾ അതേ ഒരു ഹെവി മോളിക്യൂൾസ് രീതിയിൽ വേറൊരു എണ്ണ പെട്രോളിൽ നിന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിൽ സ്പാർക്ക് ഇഗ്നിഷൻ വെച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആലോചിക്കുക, മറ്റേ ഡീസൽ എഞ്ചിനിൽ സ്പാർക്ക് ഇഗ്നിഷൻ ഇല്ല, അതിന് വേറെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടറാണ്. ഇവിടെ കംപ്രസ് ചെയ്തുണ്ടാകുന്ന ചൂട് വളരെ കുറവാണ്. പക്ഷേ മറ്റേ ഡീസൽ എഞ്ചിനിൽ ഓൾറെഡി ചൂട് എന്ന് പറയുന്നത്
എബൌട്ട് 300 to 500 degrees Celsius ആണ് ഈ ചൂട് ഉണ്ടാവാൻ കാരണം. അല്ല, ഹൈ പ്രഷർ വെലോസിറ്റിയിൽ എയർ ബ്ലോവർ മുഖാന്തരം ഇൻലെറ്റ് വാൾവിലേക്ക് എയർ കടത്തി വിടുകയും അങ്ങനെ ഓൾറെഡി ആ എയറിന് ഒരു പ്രഷർ കൂടുതലായിരിക്കും. ആ എയർ സിലിണ്ടറിലേക്ക് കിടക്കുകയും പിന്നെ സിലിണ്ടർ താഴത്ത് നിന്ന് മീൻസ് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ പ്രഷർ കൂടുകയും ആ പ്രഷർ കാരണം ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ എബൌട്ട് 300 to 500 degrees Celsius ഉണ്ടാവും. ആ ചൂടിൽ ഒപ്പം ആ ഡീസൽ ഫ്യൂൽ ഇഞ്ചക്ടർ വഴി ചെറിയ മോളിക്യൂൾസ് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ കത്തി പിടിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ നല്ല തീ വേണം, ഹീറ്റ് ടെമ്പറേച്ചർ വേണം ഡീസൽ കത്താൻ. പെട്രോളിന് അറ്റ് എ ടൈം സെയിം ടൈം അത്ര ആവശ്യമില്ല. ഈ പെട്രോളിൻ്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 10:1 ആയിരുന്നു. കംപ്രഷൻ റേഷ്യോ, കംപ്രസ് ചെയ്യുന്ന റേഷ്യോ 10:1 മീൻസ് നമ്മൾ ഈ സിലിണ്ടറിനെ 10 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ പിസ്റ്റൺ കംപ്രസ് ചെയ്ത് വരുമ്പോൾ അതിൽ 9 ഭാഗവും കവർ ചെയ്തിട്ടുണ്ടാവും, ലാസ്റ്റ് ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് അറ്റ് എ ടൈം പക്ഷേ ഡീസൽ എഞ്ചിന് പറയുകയാണെങ്കിൽ അത് 20:1 മീൻസ് എബൌട്ട് 2 ഇരട്ടി എന്നും പറയാം, 10 ഇരട്ടി. ഓക്കെ, 20:1 പോട്ടെ. 20:1 കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. മീൻസ് ആലോചിച്ച് നോക്കണം എത്രത്തോളം കൂടുതലാണ് കംപ്രസ് ചെയ്യുന്നത്. പെട്രോൾ എഞ്ചിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്രത്തോളം കൂടുതലാണ് ഇവിടെ കംപ്രസ് ചെയ്യുന്നത് എന്ന് നോക്കി നോക്കുക. ഓക്കെ, കൂടുതലാണ്. 20:1 ഇവിടെ ഡീസൽ എഞ്ചിൻ. മീൻസ് 20 ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ 19 പോർഷൻ കവർ ചെയ്തിട്ടുണ്ട്, ഒരു പോർഷൻ. പണ്ടത്തെ അംബാസഡറിൻ്റെ 1500 cc ഉള്ള എഞ്ചിനിലൊക്കെ ഡീസൽ എഞ്ചിൻ ഒക്കെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത് 22:1 ആയിരുന്നു. 22:1 ഇപ്പോൾ അത് 20:1. മോഡേൺ ഡീസൽ എഞ്ചിനൊക്കെ അത് 20:1. മീൻസ് കംപ്രഷൻ റേഷ്യോ വളരെ കുറഞ്ഞിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ഉള്ളതിനെയാണ് കൂടുതൽ പവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ അംബാസഡറിനൊക്കെ ഭയങ്കര പുള്ളിങ് ആണ്, പണ്ടത്തെ അംബാസഡറാണ് ഇപ്പോഴത്തെ അംബാസഡറിനെക്കാട്ടിലും നല്ലത് എന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലേ. മീൻസ് അതിൻ്റെ കംപ്രഷൻ റേഷ്യോ 22:1 ആയിരുന്നു. നല്ല പവർ. 1500 cc വണ്ടീൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ ഡീസൽ എഞ്ചിന് പൊതുവെ കംപ്രഷൻ റേഷ്യോ 20:1 വരുന്നത്. ഇൻലെറ്റ് വാൾവ് വഴി ഈ എയർ ബ്ലോവർ ഉപയോഗിച്ച് കഴിയുന്ന എയർ ഇൻലെറ്റ് വാൾവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയും പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ കിടക്കുകയും പിന്നെ പിസ്റ്റൺ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടുകയും ഒപ്പം അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയും ആ ചൂട് കാരണം അത് മുകളിലോട്ട് പോകുന്ന ടൈമിൽ ഏകദേശം ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തണേന് 10 ഡിഗ്രി മുന്നേ ആയിട്ട് ഈ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുകയും അത് കറക്റ്റ് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുന്ന ടൈമിൽ ആ കംപ്രസ് ചെയ്ത എയറിലേക്ക് ആ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുകയും അവിടെ കമ്പസ്റ്റിംഗ് നടക്കുകയും ചെയ്യും. ഒപ്പം ആ പ്രഷറിൽ ഈ പിസ്റ്റൺ താഴോട്ട് നീങ്ങുകയും ഈ പിസ്റ്റൺ കറക്റ്റ് ബോട്ടം ഡിഫനിൽ എത്തുമ്പോൾ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുകയും പിന്നെ അത് മുകളിലോട്ട് പോകുമ്പോൾ എക്സോസ്റ്റ് വാൾവ് വഴി ഈ ഗ്യാസ് തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ടൈനി മോളിക്യൂൾസ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ കൊടുത്തിരിക്കുന്നത്. ഈ ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവും കൺട്രോൾ ചെയ്യുന്നത് പിസ്റ്റൺ ആണെങ്കിലും അല്ലെങ്കിൽ പിസ്റ്റൺ അല്ലെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ആണെങ്കിലും അത് മുകളിൽ ഒരു ക്യാം ഷാഫ്റ്റ് വെച്ചിട്ടാണ് ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവ് മുകളിലോട്ടും താഴോട്ടും നീങ്ങുന്നത്. ഒരു ക്യാം ഷാഫ്റ്റ് വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ പ്രഷർ ഏകദേശം ഇത്രയും പ്രഷർ ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടാവാൻ പൊതുവേ 300 to 500 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രഷർ വേണം. നമ്മുടെ പെട്രോൾ എഞ്ചിനിലൊക്കെ മാക്സിമം പ്രഷർ ഉപയോഗിക്കുന്ന 60 PSI ആണ്. PSI പ്രഷറിൻ്റെ യൂണിറ്റ് അറിയാമല്ലോ, നമ്മൾ കുറേ യൂണിറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 60 PSI ആണ് പ്രഷറിൻ്റെ മാക്സിമം ഉപയോഗിക്കുന്ന പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ. ബട്ട് അറ്റ് എ ടൈം ഇവിടെ നമ്മൾ ഡീസൽ എഞ്ചിനിൽ അത് ആലോചിക്കണം 40,000 PSI ആണ്. 40,000. നമ്മൾ കാറിലൊക്കെ ടയറിൽ ഒക്കെ പ്രഷർ എയർ അടിക്കുമ്പോൾ പ്രഷർ എന്ന് പറയുന്നത് 30 PSI ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ 40,000 PSI എന്ന് പറയുന്നത് എത്രയാണെന്ന് ആലോചിച്ച് നോക്കുക. 40,000 PSI അത്രയും പ്രഷർ കൂടുതലാണ്. അതുകൊണ്ടാണ് അത്രയും ടെമ്പറേച്ചർ അവിടെ ജനറേറ്റ് ആവാൻ കാരണം. അത്രയും ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഡീസൽ കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതിൽ ഡീസലിലേക്ക് നമ്മൾ തീ കത്തിച്ചിട്ട് പോലും കത്തില്ല. മീൻസ് അത്രയും ഹെവി ഓയിലാണ്. പെട്രോൾ ഇഞ്ചക്ടറിലൊക്കെ ഏകദേശം 60 PSI വരുള്ളൂ. പെട്ടെന്ന് അത് മിക്സ് ആവുകയും കത്തിപ്പിടിക്കുകയും ചെയ്യും. ബട്ട് അത് ഡീസൽ എഞ്ചിനിൽ അത് പോസിബിൾ അല്ല. ഓക്കെ, നല്ല ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ബ്ലോവറൊക്കെ വെച്ചിട്ട് എയർ നല്ല പ്രഷർ വെലോസിറ്റിയിൽ കിടത്തി വിടുന്നത്. കറക്റ്റ് ടോപ്പ് ഫ്രണ്ടിൽ എത്തുന്നതിന് 10 ഡിഗ്രി മുന്നേ ആയിട്ടാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വർക്ക് ആവാൻ തുടങ്ങുക. അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ ഇത് മിക്സായി അവിടെ കംപ്രഷൻ നടന്ന് കമ്പസ്റ്റിംഗ് നടന്ന് ഈ മുകളിൽ നിന്ന് പിസ്റ്റൺ താഴോട്ട് പോയതുണ്ടോ, ആ ടോപ്പ് ഡെഡ് സെൻറ്റർ. ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പ് ഈ കറക്റ്റ് ടോപ്പ് സെൻറ്ററിൽ നിന്ന് ഏകദേശം ഇവിടെ എത്താറാവുമ്പോൾ ടോപ്പ് സെൻറ്ററിൽ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് അവിടെ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. മീൻസ് 10 ഡിഗ്രി ബിഫോർ TDC. നമ്മൾ ക്രാങ്കിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ടാണ് അതൊക്കെ പറയുക. അപ്പോൾ 10 ഡിഗ്രി ബിഫോർ TDC എത്തുന്നതിന് മുന്നേ 10 ഡിഗ്രി മുന്നേ ക്രാങ്ക് എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് എന്തിനാ ചെയ്യണമെങ്കിലും
കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്യൂവലായിട്ട് മിക്സ് ആയി ഉണ്ടാവില്ല. എങ്ങനെ ഈ 10 ഡിഗ്രി അല്ലാണ്ട് കറക്റ്റ് ടോപ്പ് സെൻറ്ററിൽ പിസ്റ്റൺ എത്തുമ്പോഴാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വർക്ക് ആവണേ വിചാരിച്ചോളൂ. കറക്റ്റ് പിസ്റ്റൺ ടോപ്പ് സെൻറ്ററിൽ എത്തുമ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ടർ വർക്ക് ആവണേ വെച്ചാൽ ഒരിക്കലും ഈ കംപ്ലീറ്റ് ഫ്യൂവലിനെ ആയിട്ട് കംപ്ലീറ്റ് എയറിനെ ആയിട്ട് ഈ ഫ്യൂവൽ മിക്സ് ആവില്ല. ഓക്കെ, കാരണം എന്താ, ഡീസൽ ഹെവി മോളിക്യൂൾസാണ്. എത്രയൊക്കെ ചെറിയ മോളിക്യൂളായിട്ട് സ്പ്രേ ചെയ്താലും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മിക്സ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു 10 ഡിഗ്രി എത്തുന്നതിന് മുന്നേ തന്നെ ആയിട്ട് പിസ്റ്റൺ 10 ഡിഗ്രി എത്തുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി കംപ്രഷൻ നടക്കുന്നത്. അങ്ങനെ കംപ്രഷൻ ആകുമ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആവും. ഈ പ്രഷറിൽ ടെമ്പറേച്ചറിലും ഒന്നുകൂടി കറക്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മിക്സ് ആവുകയും പിന്നെ അത് അവിടെ കമ്പസ്റ്റിംഗ് നടക്കുകയും ആ കമ്പസ്റ്റ് പ്രഷർ കാരണം പിസ്റ്റൺ താഴോട്ട് ടോപ്പിൽ നിന്ന് ബോട്ടം ഡെഡ് ഫ്രണ്ടിലേക്ക് നീങ്ങുകയും അവിടെ കമ്പസ്റ്റിംഗ് കംപ്ലീറ്റ് കറക്റ്റ് ബോട്ടം ഡെഡ് ഫ്രണ്ടിൽ എത്തുമ്പോൾ അതിൻ്റെ സിലിണ്ടറിലുള്ളത്തെ കമ്പസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഒരു പ്രോസസ്സിൽ പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പസ്റ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സോസ്റ്റ് ഗ്യാസ് ഓപ്പൺ ആയി ഉണ്ടാവും. ഈ എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിൽ മോൾ ഭാഗത്താണ് എക്സോസ്റ്റ് വാൾവ് ഇൻലെറ്റ് വാൾവും ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഡയറക്റ്റ് ഈ എയർ വരുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കാണ്. ബട്ട് നമ്മൾ പെട്രോൾ എഞ്ചിനിൽ പഠിച്ചപ്പോൾ എയറും ഫ്യൂവലും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഡയറക്റ്റ് എത്തുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്കല്ല, ക്രാങ്ക് കേസിലേക്കാണ് ആദ്യം എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൺ മുകളിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ലൂബ്രിക്കേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടെ പവർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പെട്രോൾ എഞ്ചിനിൽ ലൂബ്രിക്കേഷൻ ഒരു പ്രശ്നമല്ല. കാരണം ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ ആദ്യം എത്തുന്നത് എവിടേക്കാണ്, ക്രാങ്ക് കേസിലേക്കാണ്. അപ്പോൾ ക്രാങ്ക് ലൂബ്രിക്കേറ്റ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് ലൂബ്രിക്കേറ്റ് ആവും. പക്ഷേ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൂബ്രിക്കേറ്റ് ആവില്ല. ഓക്കെ, കാരണം ഇവിടെ ഡയറക്റ്റ് ഫ്യൂവൽ മറ്റേ പോലെ മിക്സ്ചറല്ല, ഫ്യൂവലും എയറും കൂടിയുള്ള മിക്സ്ചറല്ല കിടക്കുന്നത്, വെറും എയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യാം, ഇവിടെ ഈ ക്രാങ്ക് കേസ് ഓൾറെഡി ഒരു ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ക്രാങ്ക് കേസ് ഓൾറെഡി ഒരു ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ക്രാങ്ക് കേസിന് ചുറ്റും എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കുറച്ച് ഓയിൽ കൊടുത്താൽ ആ ഓയിൽ അവിടെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. സോ അവിടെ ഫ്രിക്ഷൻ്റെ പ്രശ്നം വരുന്നില്ല. ഇങ്ങനെയാണ് ആ പവർ ലോസ് ഒഴിവാക്കുന്നത്. ഓക്കെ, ആ പവർ ലോസിന് ചാൻസ് ഉണ്ട് പറയായിരുന്നു, ഒരു എക്സ്ട്രാ ഫാക്ടറാണ്. അങ്ങനെ ഇത് കംപ്രഷൻ ഇവിടെ നടക്കുകയും അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഫ്രിക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഫുള്ളും എയർ ആണ്. പിന്നെ നമ്മൾ ഈ കാറിലും എയർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാറിൽ ലോറിയിലൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഈ കാറിലും ലോറിയിലും ഒക്കെ ഉപയോഗിക്കുന്നത്. കാറിലൊക്കെ 4 സിലിണ്ടർ 4 സ്ട്രോക്കും ലോറിയിലൊക്കെ 6 സിലിണ്ടർ 4 സ്ട്രോക്കുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. ഈ വലിയ പണ്ടത്തെ ഫാക്ടറികളിൽ ട്രെയിനിൽ ഷിപ്പ് അതൊരു 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ. അപ്പോൾ നിങ്ങൾക്ക് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ അറിയാം, കംപ്രഷൻ സ്ട്രോക്കേ ഉള്ളൂ. അതിൽ ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത് സൈഡിലാണ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. സൈഡിൽ നിന്നാണ് ഫ്യൂവൽ, സൈഡിലാണ് വരുന്നത്. എക്സോസ്റ്റ് വാൾവും ഇവിടെ സൈഡിലാണ് ഉണ്ടാവുക. മറ്റേ മാതിരി അപ്പോൾ 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ കാണിച്ചാൽ മുകളിലല്ല. ഇവിടെ എന്താണ് വ്യത്യാസം 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും തമ്മിൽ വ്യത്യാസം? 2 സ്ട്രോക്ക് എവിടെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു, ഷിപ്പിൽ, ട്രെയിനിൽ, വലിയ വലിയ ഫാക്ടറിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ എക്സോസ്റ്റ് വാൾവ് എന്ന് പറയുന്നത് മുകളിൽ തന്നെ തനിയൊരു എക്സോസ്റ്റ് വാൾവും ഇൻലെറ്റ് വാൾവ് തനിയെ മുകളിൽ നിന്നല്ലാതെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. രണ്ടും ഒരേ സൈഡിലല്ലാത്തത് കൊണ്ട് എക്സോസ്റ്റ് എന്തുകൊണ്ടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻലെറ്റ് വാൾവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദൂരത്താണ് എക്സോസ്റ്റ് വാൾവ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ഇത് സഹായിക്കും. കാരണം രണ്ടും മുകളിലാവുമ്പോൾ ഇത് ഈ വാൾവ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഇല്ലേ? ഇവിടെയും അത് ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുന്ന 2 ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഇൻലെറ്റ് വാൾവ് എക്സോസ്റ്റ് വാൾവ് ദൂരം കൂടും തോറും ഇതിൻ്റെ എഫിഷ്യൻസി കൂടും. ഓക്കെ, തിയറിറ്റിക്കലി അതിന് വേറെ റീസൺസ് ഉണ്ട്. അത് പറയുമ്പോൾ പല ഇക്വേഷൻസും പലതുമായിട്ട് പറയാൻ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഡീസൽ എഞ്ചിൻ ശരിക്കും ഇത്രയൊന്നുമല്ല. ഓരോ പോർഷൻ സിലിണ്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടിയും ആ സിലിണ്ടറിൽ ഓരോ വെട്ടുകൾ ഒക്കെ കൂടി പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന ക്ലാസ്സുകളാണ് വരിക. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഈ കാര്യം മനസ്സിലാക്കുക. ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും തമ്മിലുള്ള ദൂരം കൂടും തോറും ഡീസൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻലെറ്റ് വാൾവ് സൈഡിൽ കൊടുത്തിരിക്കുകയും ഡീസൽ എക്സോസ്റ്റ് വാൾവ് മുകളിലായിട്ട് കൊടുത്തിരിക്കും. എന്തുകൊണ്ടാണ് മുകളിലായിട്ട് കൊടുക്കാൻ കാരണം, പിസ്റ്റൺ കംപ്രസ് ചെയ്യുമ്പോൾ എയർ പോകാൻ എളുപ്പം, മുകളിലൂടെ പോകാനാണ് എളുപ്പം. ഇതേ ടൈം ഈ ഇൻലെറ്റ് വാൾവ് കൊടുത്ത പോലെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് വിചാരിക്കൂ, പിസ്റ്റൺ മുകളിലെത്തുമ്പോൾ കംപ്ലീറ്റ് എയർ പോവില്ല. അപ്പോൾ മുകളിലാവുമ്പോഴാണ് എക്സോസ്റ്റ് കഴിഞ്ഞ് കംപ്ലീറ്റ് പോകാൻ സൗകര്യം.
ഈ അതേപോലെ എയർ ഇപ്പോൾ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് വെച്ചോളൂ. നിങ്ങൾ സിമ്പിളായിട്ട് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. എയർ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് വെച്ചോളൂ. ഈ എയറിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. കംപ്ലീറ്റ് കിടക്കുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ, അറ്റ് എ ടൈം അതേ സെയിം ടൈം ഈ എയർ കൊടുക്കുന്ന സൈഡിലാണെങ്കിൽ പെട്ടെന്ന് സിലിണ്ടറിലേക്ക് എയർ കൂടും. ഈ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ നിന്ന് ആദ്യം എന്താണ് സംഭവിക്കുന്നത്? പിസ്റ്റൺ താഴെ നിൽക്കുന്നു, ബോട്ടം ഡെഡ് ഫണ്ടിൽ നിൽക്കുന്നു. ആ ബോട്ടം ഡെഡ് ഫണ്ടിൽ നിൽക്കുന്ന ടൈമിൽ ഇവിടെ ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻലെറ്റ് വാൾവ് എന്ന് പറയുന്നത് ക്ലോസ് ആയിരിക്കും. അങ്ങനെ കറക്റ്റ് ബോട്ടം ഡെഡ് ഫണ്ടിലേക്ക് നല്ല ഏറ്റവും താഴെ എത്തുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യും. ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് അതിലേക്ക് എയർ കിടക്കുകയും എയർ കിടക്കുന്ന എയർ ബ്ലോവർ വെച്ചിട്ട് ഇവിടുന്ന് എയർ നല്ല വെലോസിറ്റിയിൽ ഉള്ളിലേക്ക് കിടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എയർ കിടക്കുകയും ആ എയറിനെ ഈ പിസ്റ്റൺ കംപ്രസ് ചെയ്ത് മുകളിലോട്ട് നീങ്ങുകയും മുകളിലോട്ട് എത്തുമ്പോൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ മുഖാന്തരം ഡീസൽ ഇഞ്ചക്ട് ചെയ്യുകയും അങ്ങനെ അവിടെ കംപ്രഷൻ നടക്കുകയും കംപ്രഷൻ നടന്ന് കമ്പസ്റ്റിനും നടന്ന് ആ പ്രഷർ കാരണം പിസ്റ്റൺ താഴോട്ട് പോവുകയും പിന്നെ വരുന്ന മുകളിലോട്ട് പോകുന്ന ടൈമിൽ പിസ്റ്റൺ കറക്റ്റ് താഴോട്ട് പോവുകയും താഴോട്ട് എത്തുമ്പോൾ അവിടെ കമ്പസ്റ്റിൻ നടന്നിട്ടുണ്ടാവും. കറക്റ്റ് താഴെ എത്തുന്ന ടൈമിൽ അവിടെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആയിട്ടുണ്ട്. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുമ്പോൾ കംപ്രസ്ഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് വാൾവ് വഴി പുറത്തോട്ട് പോവുകയും പിന്നീട് വീണ്ടും പിസ്റ്റൺ താഴോട്ട് അപ്പോൾ കംപ്ലീറ്റ് എത്തണ ഏകദേശം ഈ ബോട്ടം ഡെഡ് ഫണ്ടിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ, മീൻസ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആണ്, ബോട്ടം ഡെഡ് ഫണ്ടർ എത്തിയിട്ടുമില്ല. ആ ടൈമിലാണ് ഇവിടെ ആ സിലിണ്ടർ ഉള്ളിലത്തെ കംപ്ലീറ്റ് കമ്പസ്റ്റിൻ 100% ആയി ഉണ്ടാവുക. അറ്റ് എ സെയിം ടൈം തന്നെയാണ് ഇവിടെ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നത്. കറക്റ്റ് എന്നിട്ട് പിസ്റ്റൺ അപ്പോൾ കുറച്ചുകൂടിയും താഴത്തേക്ക് വരാനുണ്ട്. കറക്റ്റ് ആ ബോട്ടം ഡെഡ് ഫണ്ടിലേക്ക് എത്തുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഇവിടെ ഓപ്പൺ ആയി. അറ്റ് എ സെയിം ടൈം അവിടെ എക്സോസ്റ്റ് വാൾവ് എന്തായി? ക്ലോസ് ആവും. എന്നിട്ട് ഇൻലെറ്റ് വാൾവ് വഴി വീണ്ടും എയർ ബ്ലോവർ മുഖാന്തരം എയർ വരികയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ വാൾവ് ഘടിപ്പിച്ചിരിക്കുന്ന ലൊക്കേഷനിലാണ് മെയിനായിട്ടുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ ഇതിന് കൂടുതൽ പവർ മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് പവർ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഷിപ്പിലും ഇതിലൊക്കെ ഉപയോഗിക്കാൻ കാരണം. അങ്ങനെ ഈ എയർ ബ്ലോവർ വെച്ചിട്ടാണ് എയർ കൊടുക്കുന്നത്. ഇതല്ലാണ്ട് എയർ ബ്ലോവർ അല്ലാണ്ട് തന്നെ വേറൊരു മെത്തേഡിൽ കൂടിയും എയർ കൊടുക്കുന്നത് ടർബോ ചാർജിങ് എന്ന് പറയും. കാണിച്ചു തരാം. ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഈ ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ എക്സോസ്റ്റ് വാൾവ് കൺട്രോൾ ചെയ്യുന്നത്. ആ ക്യാം ഷാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ബെൽറ്റുകളാണ്. നമ്മൾ വി ബെൽറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പല ബെൽറ്റുകളും പഠിച്ചിട്ടുണ്ടായിരുന്നു. ബെൽറ്റുകളാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷറൊക്കെ കൂടുതലായി വാൾവ് ലൊക്കേഷനിലാണ് മെയിനായിട്ട് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ വ്യത്യാസം വരുന്നത്. പെട്രോൾ എഞ്ചിനിൽ 2 സൈഡിൽ തന്നെയായിരുന്നു. ഓക്കെ, ഇവിടെ എക്സോസ്റ്റ് വാൾവ് പറയുന്നത് മുകളിലായതുകൊണ്ട് എക്സോസ്റ്റ് ഗ്യാസ് കിടക്കാൻ കൂടുതൽ എളുപ്പമാവുകയും ഈ ഡീസൽ എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടുകയുമാണ് ചെയ്യുന്നത്. ഇത് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ്റെ ഒരു ആനിമേറ്റഡ് വർക്കിംഗ് ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ 4 സ്ട്രോക്കിന് പവർ കൂടുതലാണ്, പക്ഷെ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് നമ്മൾ 4 സ്ട്രോക്കാണ്. നല്ല ടെമ്പറേച്ചറിൽ കിടക്കാൻ വേണ്ടി എയർ ബ്ലോവറാണ് ആദ്യത്തെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് ടർബോ ചാർജിങ് എന്നൊരു മെത്തേഡിലേക്ക് മാറുകയും ചെയ്തു. ടർബോ ചാർജിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ എക്സോസ്റ്റ് വാൾവ് വഴി പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ വീണ്ടും ഫിൽട്ടർ ചെയ്ത് മുകളിലോട്ട് കിടത്തി വീണ്ടും ഇൻലെറ്റിലേക്ക് എത്തിക്കുന്നു. എക്സോസ്റ്റ് ഗ്യാസ് ഓൾറെഡി ആ എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് എക്സോസ്റ്റ് വേറെ തനിയെ പോകും. അത് ഒന്നുകൂടി ഫിൽട്ടർ ചെയ്തിട്ട് കുറച്ച് ഭാഗം ഫിൽട്ടർ ചെയ്ത് മുകളിൽ കൂടെ എക്സ്ട്രാ ചാർജ് ആയിട്ട്, മീൻസ് ഒന്നുകൂടിയും അതിൻ്റെ പ്രഷർ കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടുത്ത്. മീൻസ് ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബ്ലോവർ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മീൻസ് ജസ്റ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ മാത്രം എയർ ബ്ലോവർ ഉപയോഗിച്ചാൽ മതി. പിന്നെ എയർ ബ്ലോവർ വർക്ക് ആവില്ല. പിന്നെ ഫുള്ളും ഈ ടർബോ ചാർജിങ് മെത്തേഡ് വഴിയാണ് ഉപയോഗിക്കുക. കാരണം ഈ പ്രോസസ്സ് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഈ എക്സോസ്റ്റ് വാൾവ് വഴി എപ്പോഴും എക്സോസ്റ്റ് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുമല്ലോ, വീണ്ടും റിപ്പീറ്റ് അടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് വാൾവ് വഴി കുറച്ച് ഗ്യാസ് പുറത്തോട്ട് പോവുകയും കുറച്ച് ഗ്യാസ് മുകളിലൂടെ വീണ്ടും ഈ ഇൻലെറ്റ് വാൾവിൻ്റെ അവിടേക്ക് എത്തുകയും ചെയ്യും. ഇതിനാണ് ടർബോ ചാർജിങ്. മീൻസ് അതിന് ഒരു എക്സ്ട്രാ പ്രഷർ അല്ലെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കുക എയറിന്. ഇൻലെറ്റ് വാൾവ് വഴി വരുന്ന എയർ സ്വാഭാവികമായിട്ട് നമ്മൾ വെറും എയർ ബ്ലോവർ വെച്ച് കിടത്തുന്ന എയറിനെക്കാട്ടിലും കൂടുതൽ പ്രഷറിലും വെലോസിറ്റിയിലും ആ എയർ ഇൻലെറ്റ് വാൾവിലേക്ക് എത്തുന്നു. ടർബോ ചാർജിങ് മെത്തേഡ് ഉപയോഗിക്കും. ഇന്നത്തെ കാലത്ത് ടർബോ ചാർജിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ടർബോ ചാർജിങ് മെത്തേഡ് ഉപയോഗിച്ചാലും ജസ്റ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
ഒരു എയർ ബ്ലോവറിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇത് സ്റ്റാർട്ടായ ശേഷമാണ് ഈ ടർബോ ചാർജിങ് വർക്കാവാൻ തുടങ്ങുള്ളൂ. സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് വെറുതെ ടർബോ ചാർജിങ് വർക്കാവോ ഇല്ല. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോസസ്സിന് മാത്രം എയർ ബ്ലോവർ അവിടെ നമ്മൾ തീർച്ചയായും ഉപയോഗിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യത്തെ മെത്തേഡിന് വെറും എയർ ബ്ലോവർ ആയിരുന്നു. ഇവിടെ ടർബോ ചാർജിങ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ടർബോ ചാർജ് വെച്ച് എയർ ബ്ലോവർ വെക്കുമ്പോൾ എയർ ബ്ലോവർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന റൈറ്റ് സൈഡിലല്ല, ഇവിടെ കണ്ടിട്ടാണ് എയർ ബ്ലോവർ ഘടിപ്പിക്കുന്നത്. അങ്ങനെ എക്സോസ്റ്റ് ഗ്യാസ് വഴി പുറത്ത് പോകുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ എയർ ഇവിടെ കൊടുത്താൽ മതിയല്ലോ. ഇൻലെറ്റ് വാൾവ് കൊടുക്കേണ്ട ആവശ്യമില്ല. എയർ ബ്ലോവർ ഇവിടെയാണ് എയർ ബ്ലോവർ കൊടുക്കേണ്ടത്. കറക്റ്റ് അല്ല, അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനാ. ഇവിടെയാണ് എയർ ബ്ലോവർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ 2 രീതിയിലായിരുന്നു എയർ അതിൻ്റെ ഉള്ളിലേക്ക് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് എയറിൻ്റെ ഉള്ളിൽ ടർബോ ചാർജിങ് മെത്തേഡ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, മറ്റേ മെത്തേഡിനെക്കാട്ടിലും കുറച്ചുകൂടിയും എഫിഷ്യൻ്റ് ആയിരിക്കും. ഇങ്ങനെ എയർ ബ്ലോവർ കൊടുത്തിട്ടും വർക്കായിട്ടുണ്ട്. ഇതാണ് 2 സ്ട്രോക്ക് ഡീസൽ എൻജിൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സ് പറയാൻ ആദ്യം ടർബോ ചാർജ് എയർ കിടക്കുന്നു. ഇൻലെറ്റ് വാൾവ് കയറുന്ന ടൈമിൽ ഈ പിസ്റ്റൺ കറക്റ്റ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത ശേഷം മുകളിലോട്ട് പോകുമ്പോൾ എക്സോസ്റ്റ് വാൾവ് ഓൾറെഡി ക്ലോസ് ആയി ഉണ്ടാവും. അവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്നു, കമ്പസ്റ്റിംഗ് നടക്കുന്നു. അങ്ങനെ പിസ്റ്റൺ താഴോട്ട് എത്തുന്നു. അങ്ങനെ കറക്റ്റ് ബോട്ടൺസ് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നോക്കി വെക്കുക. തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുകയും കമ്പസ്റ്റിംഗ് നടന്ന ഗ്യാസ് മുകളിലോട്ട് ഇങ്ങനെ കടന്നു നീങ്ങുകയും ചെയ്യുന്നു. കറക്റ്റ് താഴത്ത് ബോട്ടൺ ഫണ്ടിൽ എത്തുമ്പോൾ കംപ്ലീറ്റ് ഗ്യാസ് അവിടെ കടന്നുണ്ടാവും. കളഞ്ഞു പോകാത്ത ഗ്യാസ് ഇവിടെ ഓൾറെഡി ഇൻലെറ്റിൽ നിന്ന് വേറെ എയർ വരുന്നുണ്ട്. ആ എയർ തള്ളി നീക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ എയർ തള്ളി നീക്കുന്ന ഞാൻ സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഓർമ്മ ഉണ്ടാകും വിചാരിക്കുന്നു. അങ്ങനെ എയറിനെ തള്ളി നീക്കുകയും അങ്ങനെ ഈ പിസ്റ്റൺ വീണ്ടും മുകളിലോട്ട് പോകുന്ന ഇൻലെറ്റ് വാൾവ് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ എക്സോസ്റ്റ് വാൾവ് അവിടെ ക്ലോസ് ആവുകയും വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ 2 സ്ട്രോക്ക് ഡീസൽ എൻജിൻ വളരെ വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് ഡീസൽ. ഷിപ്പിലൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. ഷിപ്പിലൊക്കെ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഈ സിലിണ്ടർ മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ് ഉണ്ടാവാം. ക്യാം ഷാഫ്റ്റ്, അതിൻ്റെ ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാവാം. നല്ല വലിപ്പം ഉണ്ടായിരിക്കും അതിൻ്റെ ക്യാം ഷാഫ്റ്റ്. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ വലിപ്പം. അതിൻ്റെ എക്സ്ട്രാ പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഒരു കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് അതിൻ്റെ എഞ്ചിൻ കിടക്കുന്നത്. അപ്പോൾ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ വലിപ്പം കൂടുകയും അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിൽ ഫലം കൂടുതൽ വേണം, വെയിറ്റ് കൂടുതലാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഈ ക്യാം ഷാഫ്റ്റ് എന്താ ചെയ്യുന്നതാണ്? ഈ ക്യാം ഷാഫ്റ്റാണ് എക്സോസ്റ്റ് വാൾവിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. മീൻസ് അത് ക്ലോസ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യുന്നത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ക്യാം ഷാഫ്റ്റ് കറങ്ങണമെങ്കിൽ ക്രാങ്ക് കറങ്ങിയിരിക്കുന്ന പോലെ ക്യാം ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ട് ഉപയോഗിക്കുന്ന അതിലൊരു ബെൽറ്റും വേണം. അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ കോസ്റ്റുകളും അല്ലെങ്കിൽ അതിന് കാരണം ഉണ്ടാകുന്ന വെയിറ്റ് ലോസും അതേപോലെ വെയിറ്റ് ലോഡ് കൂടുതലും ബെൽറ്റ് വേണം, ക്യാം ഷാഫ്റ്റ് വേണം. അങ്ങനത്തെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് പിന്നീട് ഇപ്പോൾ വരുന്ന ഈ പുതിയ 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിലൊക്കെ ഈ ക്യാം ഷാഫ്റ്റിന് പകരമായിട്ട് നമ്മൾ ആക്ച്വേറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വേറ്റർ കേട്ടിട്ടുണ്ടാവും. ഈ പിക്ചറിൽ കണ്ടോ, മുകളിൽ ചെറിയ പോർഷൻ, ഒരു ചെറിയ ഗിയർ നോബ് പോലെ, അതിനാണ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ ആക്ച്വേറ്റർ ആകുമ്പോൾ അതിന് ക്യാം ഷാഫ്റ്റ് ബെൽറ്റ് ഒന്നും വേണ്ട, വെയിറ്റ് ഇല്ല, വളരെ ചെറുതാണ്. അത് ആണ് ഈ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ 2 രീതിയിൽ നമുക്ക് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വെച്ച് ഞാൻ പറഞ്ഞു, ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ മെയിൻ ഉപയോഗം എന്താണ്? ചെറിയ സ്പ്രേ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ മോളിക്യൂൾസ് ആക്കിയിട്ട് ഡീസലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടത്തി വിടുക എന്നാണ്. അപ്പോൾ ഈ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുന്ന മെത്തേഡിലും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇഞ്ചക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനും ഉണ്ട്. ഡയറക്റ്റ് ഇഞ്ചക്ഷനും ഉണ്ട്, ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഫുള്ളും ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. അത് 4 സ്ട്രോക്ക് ആയിക്കോട്ടെ, 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞൊക്കെ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. മീൻസ് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്ത് വിടുന്നു. അതിനെയാണ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ കൂടി ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ് ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇവിടെ കമ്പസ്റ്റിംഗ് ചാമ്പർ പറയുന്നത് നമ്മുടെ സാധാരണ സിലിണ്ടറാണ്. ഇവിടെ കമ്പസ്റ്റിംഗ് ചാമ്പർ, ഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ ഈ സിലിണ്ടറാണ് കമ്പസ്റ്റിംഗ് ചാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ആ സിലിണ്ടറിലാണ് കമ്പസ്റ്റിംഗ് നടക്കുന്നത്. സോ അതിന് ആ സിലിണ്ടറിനെയാണ് നമ്മൾ കമ്പസ്റ്റിംഗ് ചാമ്പർ എന്ന് പറയുന്നത്. ബട്ട് നമ്മളുടെ ഈ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വർക്കിംഗ് ഒരു അനിമേറ്റഡ് ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരാനും കാരണം എന്ന് അറിയണല്ലോ. പണ്ടത്തെ കാലത്ത് ഈ എഞ്ചിനുകളിലൊക്കെ ഇത്രയും പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ
പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മീൻസ് എബൌട്ട് ഇത്ര PSI പ്രഷറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ അപ്പോൾ എന്താ, ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ എന്താണ് ഒരു വ്യത്യാസം? ഫ്യൂവൽ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നത് പകരം നമ്മൾ ഇത്രയും പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പണ്ട്. ഓക്കെ, അങ്ങനെ ഇറങ്ങുന്നത് പണ്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കാൻ കാരണം കുറച്ചുകൂടി അവിടെ പ്രഷർ കൂട്ടണം. പ്രഷർ കൂടാതെ മെത്തേഡ് ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുക. ഇൻഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യാൻ ഈ കമ്പസ്റ്റിംഗ് ചാമ്പർ അല്ലാതെ പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പർ അല്ലെങ്കിൽ പ്രീ ചാമ്പർ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഫാനും കൂടി ഉണ്ട്. നോക്കി നോക്കൂ, ഈ പിക്ചറിൽ കമ്പസ്റ്റിംഗ് ചാമ്പറിന് മുകളിലായിട്ട് ഒരു കോഴിമുട്ട ഷേപ്പിൽ ഒരു ചെറിയ വാൾവ് കൊടുത്തിരിക്കുന്നുണ്ടോ മുകളിലായിട്ട്? അതിനാണ് പ്രീ ചാമ്പർ അഥവാ പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പർ. മീൻസ് കമ്പസ്റ്റിംഗ് ചാമ്പറിൽ എയർ എത്തി കമ്പസ്റ്റിംഗ് ആവുന്നതിന് മുന്നേ തന്നെ ഈ പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പറിൽ എയർ എത്തി കമ്പസ്റ്റിംഗ് നടക്കും. ഓക്കെ, അവിടെ ആദ്യം കമ്പസ്റ്റിംഗ് നടന്ന ശേഷമേ ഇങ്ങോട്ട് കമ്പസ്റ്റിംഗ് നടക്കുള്ളൂ. അപ്പോൾ ഈ കോഴിമുട്ട ഷേപ്പിൽ അവിടെ ഒരു വാൾവ് കൊടുത്ത് അതിലേക്ക് ഒരു ചെറിയൊരു വേ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പാരലൽ വേയിൽ ചെറിയ പൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ താഴത്തു നിന്ന് മീൻസ് ബോട്ടം ഡെഡ് ഫണ്ടിൽ നിന്ന് ടോപ്പ് ഡെഡ് ഫണ്ടിലേക്ക് പോകുമ്പോൾ ഈ എയറിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ കംപ്രസ് ചെയ്യുന്ന എയർ ആ ചെറിയ നാരോ സ്പേസിൽ കൂടെ, ആ ചെറിയ ഇടവഴി കൂടെ മുകളിലോട്ട് എത്തുമ്പോൾ അവിടെ ഈ എന്താ പറയുക, ഏരിയ കുറവാണല്ലോ. ഏരിയ കുറവാകുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ അതേ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് കൂടുക? ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. മീൻസ് അതിൻ്റെ വിസ്തീർണം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന എയറിൻ്റെ വായുവിൻ്റെ വെലോസിറ്റി സ്പീഡ് കൂടും. അങ്ങനെ സ്പീഡിൽ ആ എയർ പ്രീ ചാമ്പറിലേക്ക് എത്തുകയും അങ്ങനെ ആ പ്രീ ചാമ്പറിൽ എത്തുമ്പോൾ ഇവിടെ ഫ്യൂവൽ ഇഞ്ചക്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് നോക്കി നോക്കുക, മുകളിലായിട്ടാണ്. കണ്ടോ, മുകളിലായിട്ടാണ്. ഇവിടെയാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ ഈ പ്രീ ചാമ്പറിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുകയും ഇവിടെ ഈ എയർ നല്ല സ്പീഡിലാണ് മുകളിലോട്ട് വരുന്നത്. ഈ നല്ല സ്പീഡിൽ മുകളിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി സ്പ്രേ ചെയ്യുന്ന ഡീസൽ പെട്ടെന്ന് തന്നെ മീൻസ് ഈ എയർ നല്ല സ്പീഡിൽ മുകളിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രഷറിലാണ് മുകളിലേക്ക് അടിക്കുക. സ്പീഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രഷർ കൂടുമല്ലോ. പ്രഷർ മുകളിൽ അടിക്കുമ്പോൾ ഈ ഡീസൽ രണ്ടും കൂടി കൊളൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിമുട്ടുമ്പോൾ ഈ സ്പ്രേ ചെയ്ത് വരുന്ന ഡീസൽ കുറച്ചുകൂടി കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഈ സ്വാഭാവികമായിട്ട് മുകളിലോട്ട് വരുമ്പോൾ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. മിക്സ് ചെയ്ത ശേഷം അവിടെ പ്രീ ചാമ്പറിൽ കമ്പസ്റ്റിംഗ് നടക്കുകയും ആ കമ്പസ്റ്റിംഗ് തിരിച്ച് ആ ഇടവഴി കൂടെ താഴത്തോട്ട് എത്തുമ്പോൾ ഈ നേരോ സ്പേസോടെ താഴത്തോട്ട് എത്തുന്ന ടൈമിൽ പിന്നെ കമ്പസ്റ്റിംഗ് ചാമ്പറിലേക്കാണ് വരുന്നത്. പ്രീ ചാമ്പറിൽ നിന്ന് കമ്പസ്റ്റിംഗ് ചാമ്പറിലേക്കാണ് വരുന്നത്. ആ നാരോ സ്പേസിൽ കൂടെ ഈ കമ്പസ്റ്റിംഗ് ചാമ്പറിൽ എത്തുമ്പോൾ പിന്നെ വിസ്തീർണം കൂടുന്നത് കൊണ്ട് കമ്പസ്റ്റിംഗ് പെട്ടെന്ന് വികസിക്കാനും സഹായിക്കുന്നു. അങ്ങനെ കമ്പസ്റ്റിംഗ് സ്പീഡിൽ കുറച്ചുകൂടി കൂടുതൽ പ്രഷറിൽ സ്പീഡിൽ നടക്കുന്നു. കാരണം പണ്ട് ഇത്രയും പ്രഷർ കൊടുക്കാൻ വേറെ മെത്തേഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നോക്കി നോക്കൂ, ആ സ്പാർക്ക് പ്ലഗ് കൊടുക്കുന്നു, പ്രീ ചാമ്പറിൽ ആദ്യം കമ്പസ്റ്റിംഗ് നടക്കുന്നു. അങ്ങനെ പ്രീ ചാമ്പറിൽ കമ്പസ്റ്റിംഗ് നടന്ന നാരോ സ്പേസ് കൂടെ വികസിച്ച് നേരെ ഈ കമ്പസ്റ്റിംഗ് ചാമ്പറിലേക്ക് വരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ എക്സ്ട്രാ ഒരു പ്രീ ചാമ്പർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു കമ്പസ്റ്റിംഗ് നടക്കുന്നു. ബട്ട് ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ടെമ്പറേച്ചർ കുറയാൻ ചാൻസ് ഉണ്ട്. മറ്റേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ് മീൻസ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മെത്തേഡ്. മുമ്പത്തെ കാലത്ത് ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷർ മാത്രമല്ല, ചില കേസുകളിൽ അത്രയും ടെമ്പറേച്ചറിൽ ആയിരിക്കണം ഫ്യൂവൽ ഇഞ്ചക്റ്റ് ആവുന്നത് എന്നില്ല. അല്ലെങ്കിൽ ഇവിടെ എയർ കംപ്രസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുന്നുണ്ട്, എന്നാലും വേണ്ടത്ര ടെമ്പറേച്ചർ കിട്ടണം എന്നില്ല. അങ്ങനെ അത് കാരണം ചിലപ്പോൾ പവർ ലോസ് ഉണ്ടാവാം. അങ്ങനെ ആ പവർ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടിയും ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിക്ചറായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണം എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂവൽ ഇഞ്ചക്ടർ വഴി വരുന്ന ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യുകയും പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പറിൽ എയർ കയറുകയും അവിടെ ആ എയറിന് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ അത് സെൻസ് ചെയ്തിട്ട് ഈ തെർമോമീറ്റർ പോലെ ഒരു സാധനത്തോണ്ട് ആ സാധനം ചൂടാക്കുകയും ആ സാധനം ആ എയറിനെ ചൂട് കുറവാണെങ്കിൽ ചൂടാക്കും. ചൂട് കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യില്ല, വർക്കാവില്ല, ഐഡിയലായിട്ടിരിക്കും. ചൂട് കുറവാണെങ്കിൽ അതിനെ ചൂടാക്കുകയും അങ്ങനെ അവിടുത്തെ കമ്പസ്റ്റിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ അതിൻ്റെ എഫിഷ്യൻസി കൂടുതൽ ആകുന്നു. ഇങ്ങനെയാണ് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിലെ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അതിൽ മെയിൻ പാർട്ട് എക്സ്ട്രാ വരുന്നത് പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പറാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷനിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ ഘടിപ്പിച്ചിരിക്കുന്ന സൈഡിലാണ്. അതേപോലെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ഒരു സാധനം എക്സ്ട്രാ ഘടിപ്പിച്ചിട്ടുണ്ട്.
രണ്ട് സൈഡിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം പ്രീ കമ്പസ്റ്റിംഗ് ചാമ്പറിൽ കമ്പസ്റ്റിംഗ് നടന്ന ശേഷം മാത്രമേ ഇത് ഇവിടത്തേക്ക് താഴത്തോട്ട് നടക്കുള്ളൂ, കമ്പസ്റ്റിംഗ് ചാമ്പറിലേക്ക് പോയി കമ്പസ്റ്റിംഗ് നടക്കുള്ളൂ. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് മീൻസ് റിപ്പീറ്റ് അടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ടു സ്ട്രോക്ക് ഡീസൽ എഞ്ചിനിൽ ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ മെത്തേഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു അനിമേറ്റഡ് ഫിഗർ വീണ്ടും ഇതിൽ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, ഇന്നെങ്ങനെയാണ് 4 സ്ട്രോക്ക് 2 സ്ട്രോക്കും ഡീസൽ എഞ്ചിൻ. ഈ രണ്ടും സാധനം വളരെ ഈസിയാണ്. മറ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് വളരെ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ എളുപ്പമാവുള്ളൂ. ഇപ്പോൾ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കുക ഞാൻ, കാരണം നമ്മൾ ഈ വീഡിയോ ക്ലാസ് എടുക്കുമ്പോൾ കുറഞ്ഞ ടൈമിൽ കൂടുതൽ പോയിന്റ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. റിപ്പീറ്റ് അടിച്ച് നോക്കി എല്ലാ പോയിന്റും ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടർബോ ചാർജ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ടർബോ ചാർജിങ് ഉണ്ട്. എയർ ബ്ലോവർ വെച്ചൊരു സ്റ്റാർട്ടിങ് കൊടുത്താൽ മാത്രമേ പിന്നെ ടർബോ ചാർജിങ് വർക്ക് ആവുള്ളൂ. അപ്പോൾ ഈ രണ്ട് എഞ്ചിൻ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.